رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة شفيعنا رسول الله. أنت تطلع بيننا في الكواكب كالبدر بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتاه والحبيب الأعرابي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتاه والحبيب الأعرابي. മുഹമ്മദ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ ദിവസം നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തും അപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം കൊടുത്ത് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള വിത്തന വസാദ് മുസീബത്തുകളെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ഏതവസരത്തിൽ മരിച്ചാലും ഈമാൻ സലാമത്താക്കി മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബാങ്ക് നേരത്തെ ആയതുകൊണ്ട് ആളുകളൊക്കെ കടയൊക്കെ പൂട്ടി വന്നുള്ളൂ. അല്ലാഹു തആല എല്ലാവരുടെയും കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. റബീഉൽ അവ്വലിലെ അവസാന വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഇനിയൊരു റബീഉൽ അവ്വൽ അടുത്ത വർഷമാണ് നമ്മളിലേക്ക് വരുള്ളൂ. അന്ന് ആരെല്ലാം ഉണ്ടാകും, ആരെല്ലാം ജീവിച്ചിട്ടുണ്ടാവും, ആരെല്ലാം മരിച്ചിട്ടുണ്ടാവും എന്നെല്ലാം അള്ളാന്റെ ഖദായാണ്. അല്ലാഹു തആല ധാരാളം റബീഉൽ അവ്വലുകളെ വരവേൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. വീടുകളിൽ മൗലിദ് കഴിച്ചവർ ആരൊക്കെയുണ്ട്? ഈ ഒരു മാസം വന്നിട്ട് സ്വന്തമായി ഒറ്റയ്ക്കിരുന്ന് കൂട്ടമായിരുന്ന കുടുംബമായിരുന്ന മക്കളോടൊത്ത് നബിതങ്ങളെ ലോകം മുഴുവനും വാഴ്ത്തി പ്രകീർത്തിച്ച് അവിടത്തെ വാനോളം പുകഴ്ത്തി അവർക്ക് കോടിക്കണക്കിന് സ്വലാത്ത്. ഒരു സ്വലാത്ത് ഗ്രൂപ്പിൽ വന്ന ഓഫർ ഏറ്റവും കൂടുതൽ ഈ റബീഉൽ അവ്വൽ സ്വലാത്ത് ഇല്ല ആളെ ഫ്രീ ആയിട്ട് ഈ വർഷം ഹജ്ജിനും ഉണ്ടാവുന്നത്. ഫ്രീ ആയിട്ട് ഹജ്ജിനും ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ഈ റബീഉൽ അവ്വലിന് ചൊല്ലിയ ആളെ സെലക്ട് ചെയ്ത് അയാൾക്ക് ഹജ്ജിന് പ്രൈവറ്റിൽ എങ്ങനെയാണെങ്കിലും ഹജ്ജിന് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പുകാർ. ഈമാൻ കൂടി കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ മലക്കുകളെക്കാളും മനുഷ്യൻ നന്നാവും. മനുഷ്യൻ നന്നായാൽ മലക്കുകളെക്കാളും നന്നാവാൻ പറ്റും. മനുഷ്യൻ മോശമായാൽ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. പരിശുദ്ധ ഖുർആൻ. മനുഷ്യൻ ചീത്തയായാൽ മൃഗങ്ങളെക്കാളും ചീത്തയാണ്. ഏറ്റവും മോശമായി ഭൂമിയിൽ പെരുമാറുന്ന ഏറ്റവും നീചമായി എന്താണ്? മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന വിധത്തിൽ മനുഷ്യന്മാർക്ക് താഴാൻ പറ്റും.
അതാണല്ലോ പരിശുദ്ധമായ ഖുർആനിന്റെ ആ ഒരു സംവിധാനം തന്നെ. ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ സൂറത്തുൽ ബഖറ, നാൽക്കാലി മൃഗം എന്നാണ് ഏറ്റവും വലിയ സൂറത്തിന് അള്ളാഹു പേരിട്ടത്. അല്ലെ, പരിശുദ്ധ ഖുർആൻ അത്രയും ലോകാവസാനം വരെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഖുർആനിന് ഏറ്റവും വലിയ നിധിയാണെന്ന് അല്ലാഹു തആല പഠിപ്പിച്ച അർശിന്റെ അടിയിൽ ഒരു നിധിയുണ്ട്, ആമന റസൂല്. അള്ളാഹിന്റെ സിംഹാസനമാണ് ആയത്തുൽ കുർസി. അല്ലെ, ഇതെല്ലാം അടങ്ങുന്ന സൂറത്തുൽ ബഖറയ്ക്ക് അല്ലാഹു തആല ഇട്ടിരിക്കുന്ന പേര് അൽ ബഖറ, നാൽക്കാലി മൃഗം. എന്തിനാ ദൂരം പേര് ഈ ലോകത്തുണ്ടായിരുന്നു? ലോകം മുഴുവനും ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന സാക്ഷാൽ ദജ്ജാല്. ആ ദജ്ജാല് സ്വപ്നത്തിൽ വരാതിരിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചു. നീ കിടക്കാൻ നേരത്തെ ഒരു ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നോ, ഒരു ദുസ്വപ്നം നീ കാണൂല. അങ്ങനെയുള്ള മന്ത്രമടങ്ങുന്ന സൂറത്തുൽ ബഖറക്ക് അല്ലാഹു തആല ആ അധ്യായത്തിന് സെലക്ട് ചെയ്ത പേര് നാൽക്കാലി മൃഗം. ഖുർആൻ വായിച്ചു തുടങ്ങുന്ന ഒരു മനുഷ്യൻ അവൻ മൃഗതുല്യനായ മനുഷ്യനാണെങ്കിൽ അവസാനം ഖുർആനിന്റെ അവസാനത്തെ സൂറത്ത് അന്നാസ്. എന്താർത്ഥം? സമ്പൂർണ്ണ മനുഷ്യൻ എന്നാണ് അർത്ഥം. നാൽക്കാലി മൃഗമാകുന്ന മനുഷ്യനെ സമ്പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലെ, ചിന്തിക്കുന്നവർക്ക് അതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. ആദ്യം ഒരു ജ്ഞാനമില്ലാത്ത, വിവരമില്ലാത്ത, ഒരറിവുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഖുർആൻ പഠിക്കാൻ തയ്യാറായി വരുന്നതെങ്കിൽ അവനെ അവസാന സൂറത്തേതാണ് അന്നാസ്. സമ്പൂർണ്ണ മനുഷ്യനാക്കി തീർക്കുന്ന ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഇനി ഒരു ഗ്രന്ഥം ഈ ലോകത്ത് വരാനില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന 3 ഗ്രന്ഥങ്ങളിലും വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന 3ഓളം ഗ്രന്ഥങ്ങൾ മുസ്ലിമിനെ വിശ്വസിക്കൽ കിതാബുകളിലുള്ള വിശ്വാസം ഈമാനിന്റെ ഭാഗമാണ്. കിതാബുകളിലുള്ള വിശ്വാസം ഈമാനിന്റെ ഭാഗമാണ്. ഖുർആനിന്റെ അവതരണത്തോടുകൂടി അതിനു മുമ്പുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ദുർബലപ്പെട്ടു പോയിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിലേക്ക് ഒരാൾ തൗറാത്ത് കൊണ്ടുപോയി തന്നാൽ അത് എഴുതാനോ വായിക്കാനോ പാടില്ല. ഇഞ്ചീല്, സബൂർ, ഏത് ഗ്രന്ഥമാവട്ടെ, ഖുർആനിന് മുമ്പുള്ള ഏതൊരു ഗ്രന്ഥവും ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കാനോ എഴുതാനോ പാടില്ല. ഖുർആനിന്റെ വരവോടുകൂടി മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം ദുർബലപ്പെട്ടു പോയതെന്നാണ്. ഖുർആനിന്റെ വരവോടുകൂടി ലോകത്തുള്ള മുൻകഴിഞ്ഞു പോയ എല്ലാ ഉമ്മത്തിനും ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം മാറ്റിമറിച്ച് എഴുതപ്പെട്ട സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ഖുർആൻ. മറ്റു ഗ്രന്ഥങ്ങളും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റു ഗ്രന്ഥങ്ങൾ അതാത് ഉമ്മത്തിനും അതാത് കാലക്കാർക്കും മാത്രമുള്ളതായിരുന്നെങ്കിൽ ഖുർആനുണ്ടല്ലോ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. നബി മുഹമ്മദ് മുസ്തഫ ആ ഉമ്മത്തിന്റെ, ആ നബിതങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബിന്റെ ഉമ്മത്താണ് നമ്മൾ. ആ നബിതങ്ങളുടെ അവസാന ഉമ്മത്താണ് നമ്മൾ സ്വയം ആത്മാഭിമാനം കൊള്ളണം. സ്വയം നമ്മൾ നിർവൃതി അടയണം. ഞാൻ ഉമ്മത്ത് മുഹമ്മദിൽ പെട്ടതാണല്ലോ എന്നോർത്തുകൊണ്ട് എപ്പോഴും നമ്മൾ സന്തോഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ഈ ഭൂമിയിലെ അവസാന ഉമ്മത്ത്. നമുക്ക് ശേഷം ഇനി ഭൂമിയിൽ ഒരു ഉമ്മത്തില്ല. നമുക്ക് ശേഷം ഈ ഭൂമിയിൽ ഒരു പ്രവാചകനുമില്ല. ഈ ഉമ്മത്തിനെ ലോകത്തുള്ള ജൂതന്മാര് സ്വപ്നം കാണുന്നത് പോലെ തുടച്ചു മാറ്റാമെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കണ്ട.
ഒരിക്കലും മുസ്ലിം എന്ന സമുദായത്തെ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഒരിക്കലും ഒരു ശക്തിക്കെന്നല്ല, ഈ ലോകത്തുള്ള മശ്രിഖ് മഗ്രിബ് മുതൽ കിഴക്ക് പടിഞ്ഞാറ് മുതലുള്ള ഏതെല്ലാം ശക്തികൾ അവരുടെ സർവ്വവിധ ആയുധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഫെസിലിറ്റികളും ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മുസൽമാനെ തുടച്ചു നീക്കാൻ ശ്രമിച്ചാലും അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, വളരെ ശ്രദ്ധേയമാണ്. മുസ്ലിമിനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ പറ്റൂല. മുസ്ലിമിനെ തുടച്ചു നീക്കാൻ പറ്റൂലാത്തതിന്റെ കാരണം ഭൂമി തുടങ്ങിയ ആദിമ മനുഷ്യൻ തന്നെ നമ്മുടെ ആദം നബിയാണ്, പ്രവാചകനാണ്. 1,24,000 പേരുടെ കണ്ണി വരുന്ന സംവിധാനമാണ്, ശൃംഖലയാണ്. അതെന്താണ്? 1,24,000 പ്രവാചകന്മാരുടെ കണ്ണിയിലെ ഒന്നാമത്തെ ആളാണ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. ഈ ആദം നബിയുടെ മുതുകിൽ നിന്നും വന്ന പ്രവാചകന്റെ നൂറാനിയത്ത് അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ റസൂലിന് ജന്മം കൊണ്ടപ്പോഴേ ആ ഉമ്മത്തിൽ പിറന്ന എല്ലാ മനുഷ്യരും വിജയിച്ചവരാണ്. മുഹമ്മദിന്റെ ശ്രേഷ്ഠത, ഭൂമിയിലെ നന്മയുള്ള മനുഷ്യരാണ് ഉമ്മത്ത് മുഹമ്മദ്. ഇത്ര നിസ്സായകമായ ഒരു കഴിവുമില്ലാത്ത പാവപ്പെട്ട ഗസ്സയിലെ മക്കളെ അവരെന്താണ് ആക്രമിക്കുന്നു. ഒരു ഈർക്കിളി പോലും എടുത്ത് പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത, ഞങ്ങൾ പ്രതികാരത്തിനില്ല എന്നും പറഞ്ഞ് നാട് വിട്ടു പോകുന്നവരെയും കൊന്നുകളയുകയാണ്. തീതുപ്പുന്ന മിസൈലുകൾ വർഷിച്ചുകൊണ്ട് പാവങ്ങളായ ഗസ്സയിലെ ഉമ്മത്ത് മുഹമ്മദിനെ അവിടുന്ന് വംശനാശം വരുത്തി ആറ്റി ഓടിക്കുകയാണ്. നബിതങ്ങൾ ഒരു ജനാസത്തിൻ നബിയും സഹാബത്തും ഒരു ജനാസയുടെ അരികിലൂടെ നടന്നുപോയി. ഫസ്നൗ അലൈഹാ ഖൈറൻ, ജനങ്ങൾ പറഞ്ഞു നല്ല മനുഷ്യനായിരുന്നു ആ പോകുന്ന മയ്യത്ത്. ഫവജബത്ത് ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത്, ജനങ്ങൾ പറഞ്ഞു നല്ല മനുഷ്യനാട്ടാ പോണേ, നല്ല മനുഷ്യനാണ് ആ പോണേന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു വജബത്ത്. പിന്നെയോ വേറൊരു മയ്യത്തിന്റെ സുമ്മ മർറൂ ബിഉഖറ, വേറൊരു മയ്യത്തിന്റെ അരികിലൂടെ നബിയും സഹാബത്തും നടന്നുപോയി. ഫാസനൗ അലൈഹാ ശർറാ, അപ്പൊ ജനങ്ങൾ പറഞ്ഞു എന്ത് മനുഷ്യനവൻ, മരിച്ചത് നന്നായുള്ളൂ, ഇവൻ പണ്ടേ പോണ്ടേറും. ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയൂല്ലേ, ചില ആളുകൾ മരിച്ചു കഴിയുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടിട്ടുണ്ട്, പുറത്തൊരാൾ മരിച്ചപ്പോ അവൻ മരിച്ചത് നന്നായുള്ളൂ ഉസ്താദേ, ഒരുപാട് കുടുംബത്തിന്റെ കണ്ണീര് തീരും. നബിതങ്ങൾ നടന്നു പോയപ്പോഴും ഇങ്ങനെ കേട്ടു, ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്താ പറഞ്ഞത്? ഒരാൾ എന്താണ് രണ്ടാമത്തെ മയ്യത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഫാത്തിനൗ അലൈഹാ ശർറൻ, മോശമായ രീതിയിൽ പറഞ്ഞപ്പോൾ ഫഖാല, അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു വജബത്ത്. അപ്പോഴും നബിതങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞപ്പോ ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ വജബത്ത് യാ നബിയേ. രണ്ടു തവണ നബിതങ്ങൾ വന്ന് വജബത്ത് എന്ന് പറഞ്ഞല്ലോ, എന്താ നബിയേ? കാല, നബിതങ്ങൾ പറഞ്ഞു, ഹാദാ അത്നൈതും അലൈഹി ഖൈറാ, മയ്യത്ത് കൊണ്ടുപോയപ്പോ ജനങ്ങൾ പറഞ്ഞില്ലേ അത് നല്ല മനുഷ്യനായിരുന്നു, നല്ല മയ്യത്താണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. ശഫീഉനാ റസൂലുള്ളാഹി, നല്ല മയ്യത്താണ് ജനങ്ങൾ പറഞ്ഞപ്പോ അതെന്താണ് നല്ല മയ്യത്താണെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. രണ്ടാമത്തെ മയ്യത്തിന്റെ അരികിലൂടെ പോയപ്പോ വജബത്ത് എന്ന് പറഞ്ഞത് അവനെ കുറിച്ച് ജനങ്ങൾ മോശമായിട്ടാണ് പറഞ്ഞത്. അത്നൈതും എന്താ വഹാദ അത്നൈതും അലൈഹി ശർറ, മരിച്ചത് നന്നായുള്ളൂ എന്ന് പറഞ്ഞത്.
ഫവജബത് ലഹുന്നാർ, അവന് ഞാൻ വജബത്ത് എന്ന് പറഞ്ഞത് ജനങ്ങൾ മോശമാണെന്ന് പറഞ്ഞാൽ അവൻ മോശമാണ്, ജനങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞാൽ അവൻ നല്ലവനാണ്. നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അന്തും ശുഹദാ അല്ലാഹി ഫിൽ അർളി, ഭൂമിയിലെ അല്ലാഹുവിന്റെ ശുഹദാക്കളാണ്, സാക്ഷികളാണ് നിങ്ങളാണ് ഒരാൾക്ക് വിലയിടുന്നത്. മരിച്ചു കഴിയുമ്പോ 10 പേര് നമ്മളെ കുറിച്ച് നല്ല ആളാർന്നിട്ടോ എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമായി. ശഫീഉനാ റസൂലുള്ളാഹി, പരലോകത്തും ഈ ഉമ്മത്ത് മുഴുവൻ ജനങ്ങൾക്കും സാക്ഷിയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും സാക്ഷികളാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബിയോട് ചോദിക്കും, അങ്ങയുടെ പ്രവാചകത്വവും അങ്ങയുടെ റിസാലത്തും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു? അദ്ദേഹം പറയും, ഞാൻ എത്തിച്ചു കൊടുത്തു. ആരാണ് അതിന് സാക്ഷി എന്ന് ചോദിച്ചപ്പോൾ നൂഹ് നബി പറഞ്ഞത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദീൻ പ്രബോധനം ചെയ്തു എന്നതിന്റെ തെളിവ് ഉമ്മത്ത് മുഹമ്മദാണ്. ഉമ്മത്ത് മുഹമ്മദിന്റെ കയ്യിൽ ദീനെത്തിയത് എന്റെ പ്രബോധനത്തിന്റെ ഫലമാണെന്ന് നൂഹ് നബിയോ ഓരോ പ്രവാചകന്മാരും പറയും. അതിന്റെ തെളിവെന്താണ്, സാക്ഷിയാരാണെന്ന് ചോദിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉമ്മത്തിനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ പ്രവാചകന്മാരും അതാണല്ലോ. മഹ്ശറയിൽ എന്താണ് ശഫാഅത്തിന് വേണ്ടി ഓരോ നബിയുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവര് പറയും, അടുത്ത ആള് അവസാന ആള് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും മഹ്ശറയിൽ ശഫാഅത്തിനായി ഓടിച്ചെല്ലും. കാരണം അവിടുത്തെ വാക്ക് അന്തിമ വാക്കാണ്, അവിടുത്തെ ദുആയും അവിടുത്തെ പ്രാർത്ഥനയും അന്തിമമാണ്. ഇതിനൊരു തടസ്സം അല്ലാഹുവിന്റെ റസൂൽ നിൽക്കൂല എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് പരലോകത്തെ ഈ ഉമ്മത്ത് മുഴുവൻ ജനങ്ങൾക്കും സാക്ഷിയാണ്. എല്ലാ പ്രവാചകന്മാരും ഓരോരോ കാലഘട്ടത്തിൽ ജീവിച്ചതാണെങ്കിൽ നബിതങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനീ, എന്റെ ഉമ്മത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവർ എന്നോട് അടുത്തവരാണെന്ന്. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും എന്റെ ഉമ്മത്തിൽ തന്നെ സഹാബികളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച സഹാബികളാണ്. ഏറ്റവും ഖൈറായ ഉമ്മത്തിന്റെ കാതലായ ഭാഗം നബിയോട് ചേർന്ന് നിന്ന സഹാബത്താണ്. നബിതങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സഹാബത്ത് ലോകത്തുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ കുറിച്ചാണ് നൂഹ് നബി പറയുന്നത്. യുദ്ആ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബിയെ വിളിക്കപ്പെടും യൗമൽ ഖിയാമത്തി ഫയഖൂലു, അപ്പോൾ നൂഹ് നബി മറുപടി പറയും, ലബ്ബൈക വസഅദൈക യാ റബ്ബി ഫയഖൂലു അൽ ബല്ലഗത, നീ എത്തിച്ചു കൊടുത്തോ? ഫയഖൂലുനാം ഫയഖാലു ലി ഉമ്മത്തിഹി അൽ ബല്ലഗതും ഫയഖൂലുന, അങ്ങനെ അവസാനം പറയും, ഞാൻ എല്ലാം എത്തിച്ചു കൊടുത്തു, അതിന്റെ തെളിവ് ഉമ്മത്ത് മുഹമ്മദാണ്. ഖാല റസൂലുള്ളാഹി, ഈ ഉമ്മത്തിന് അല്ലാഹു ധാരാളം മഹത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. മഹ്ശറയിൽ ചെല്ലുമ്പോൾ എല്ലാ ഉമ്മത്തിനെയും കൂടെ 120 സഫാക്കും അല്ലാഹു തആല. നബിതങ്ങൾ പറയുന്നു, എന്താണ്, സൂഫൂന തതിമൂന സബഊന ഉമ്മതൻ ഹന്തും ഖൈറുഹാ വഅക്റമുഹാ അലല്ലാഹ്. ഈ ഉമ്മത്ത് 120 സഫായി മാറും. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും 120 സഫായി മാറും. അല്ലാഹു തആല പറയുന്നു, എന്നിട്ടോ ആ 120 സഫിൽ നിന്ന് 80 സഫ് ഉമ്മത്ത് മുഹമ്മദാൻ. ശഫീഉനാ റസൂലുള്ളാഹി. 120 മൊത്തം ജനങ്ങളെ 120 സഫാക്കിയിട്ട് അതിനകത്ത് 80 സഫുകൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ്. നോക്കൂ, 70 ഉമ്മത്തൻ അന്തും ഖൈറുഹാ, 70ഓളം ഉമ്മത്ത്. എന്താണ് ഈ 70ഓളം ഉമ്മത്തുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. എന്താണ്, സൂഫൂന തതിമൂന സബഈന ഉമ്മത്തൻ അന്തും ഖൈറുഹാ,
70ഓളം ഉമ്മത്ത്, ഓരോ പ്രവാചകന്മാരുടെ ഉമ്മത്തുകളിൽ 70ഓളം ഉമ്മത്ത് ഭൂമിയിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈറായത് നമ്മുടെ നബിതങ്ങളുടെ ഉമ്മത്താണ്. വാക്കറമുഹാ അലല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതും നബിതങ്ങളുടെ ഉമ്മത്തിനെയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ത്യാഗം സഹിച്ച് അവിടുന്ന് മരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോ വാതിൽ, എന്താ, ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് വാതിലിൽ ഒരു മുട്ട്. ആയിഷ ബീവി പറഞ്ഞു, ഉപ്പാക്ക് സുഖമില്ല, പിന്നെ വരൂ. ആള് മടങ്ങിപ്പോയി. രണ്ടാമതും വാതുക്കൽ വന്നു മുട്ടി. അപ്പോഴും ആയിഷ ബീവി പറഞ്ഞു, സുഖമില്ല ഉപ്പാക്ക്, പിന്നൊരിക്കൽ വരുമോ? അയാള് മടങ്ങിപ്പോയി. മൂന്നാമത് വാതിലിൽ മുട്ടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അദ്ദേഹത്തെ ഇങ്ങോട്ട് കടത്തിവിടണേ. ആയിഷ ബീവി വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ മദീനത്ത് കണ്ട പരിചയമില്ല. മക്കയിലോ മദീനത്തോ ഉള്ള ആളല്ല, ഇങ്ങും പരിചയമില്ലാത്ത മുഖമാണല്ലോ ഉപ്പ. നബി തങ്ങൾ പറഞ്ഞു, അയാളെ ഇങ്ങോട്ട് കടത്തിവിടണേ ആയിഷ. കടന്നു വന്നപ്പോ തന്നെ നബി തങ്ങൾക്ക് മനസ്സിലായി ഇത് ഖാബിലുൽ അർവാഹ് അസ്രായീൽ, അസ്രായിലാണെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. അസ്രായിലെ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? അസ്രായിൽ പറഞ്ഞു, ഞാൻ റൂഹ് പിടിക്കാൻ വന്നതാ നബിയെ. അങ്ങയുടെ സമ്മതം ഉണ്ടെങ്കിൽ റൂഹ് പിടിക്കാൻ വന്നതാ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, ഒരു ആഗ്രഹം എനിക്കൊരു ആഗ്രഹമുണ്ട്, റൂഹ് പിടിക്കല്ലേ. എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ശക്തി പകരുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അയാൾ എന്റെ കൂടെ ഇല്ല. അതുകൊണ്ടൊന്ന് അയാളെ വിളിച്ചോട്ടെ. അസ്രായിൽ പറഞ്ഞു, ശരി നബിയെ, അങ്ങ് വിളിച്ചോ. ആരെയാ വിളിച്ചത്? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു. ജിബ്രീൽ ഉടനെ തന്നെ വന്നു. ജിബ്രീൽ വന്നു ഉടനെ ചോദിച്ചു, എന്താ ജിബ്രീലെ? തായിഫിലും എന്റെ ഹിറാ ഗുഹയിലും ഞാൻ എന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, മാനസികമായി എന്റെ മനസ്സ് തറന്നിട്ടുണ്ടോ, അവിടെയൊക്കെ ജിബ്രീലെ അങ്ങ് വന്ന് എന്നെ സമാധാനപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താണ് എന്റെ അടുത്തൊന്നും അങ്ങ് വരാത്ത? അസ്രായിൽ എന്നെ റൂഹ് പിടിക്കാൻ വന്നേക്കുവാ. അങ്ങനെ പറഞ്ഞപ്പോ, നബിയെ, ഈ ഒരവസ്ഥ എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങില്ലാത്ത ഈ ഭൂമിയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അറിയോ? ഉടനെ നബി തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്ത്, അള്ളാന്റെ റസൂൽ പറയുന്നു, തൊണ്ടക്കുഴിയിൽ റൂഹത്ത് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ അവര് ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പറഞ്ഞേ. നബിയുടെ ഉമ്മത്തിന്റെ വേറെ ഒരു സമുദായത്തിനുമില്ല. നബിയുടെ ഉമ്മത്തിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെയുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. നബി തങ്ങൾക്ക് സന്തോഷമായി, സല്ലിം ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഈ റബീഉൽ അവ്വൽ വന്നിട്ട് ഒരു 100 സ്വലാത്ത് ചൊല്ലിയോ, നമ്മുടെ വീട്ടിലിരുന്ന് ഒരു മൗലിദ് ചൊല്ലിയോ, മൊബൈലിൽ നോക്കിയിരുന്നിട്ട് ഒരു മൗലിദ് ഓതിയോ, ഒരു 100 സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ റസൂലുള്ളാഹ്ക്ക് സല്ലിം ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ നമ്മുടെയൊക്കെ ഇങ്ങനെ അന്തസ്സോടെ, ഇസ്സത്തോടെ, അഭിമാനത്തോടെ നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഈ ഉമ്മത്തിന്റെ നേതാവിനൊരു സ്വലാത്ത് ചൊല്ലാത്ത വീട്, അതൊരു ബറക്കത്തില്ലാത്ത വീട് തന്നെയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അക്കാരൊക്കെ 1-2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയും. ഈ ഞായറാഴ്ചയാണ് നമ്മുടെ മദർസയിൽ നിന്ന് സിയാറത്ത് പോകുന്നത്, സിയാറത്ത് ടൂറ്. ഒരു 10-55ഓളം മക്കൾ അതിന് പേര് തന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണവും മറ്റ് സാമഗ്രികളുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ ഞായറാഴ്ച വെളുപ്പിന് 5:30 പോയി രാത്രി 9:30 തിരിച്ചു വരും. മക്കളുടെ പഠിത്തം മറ്റു കാര്യങ്ങളൊന്നും പോവാത്ത രീതിയിൽ, അതിന് ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുമായി എല്ലാ പാരന്റ്സും സഹകരിക്കണം. വാജിരിക്കുന്ന ആളുകളെല്ലാം അങ്ങോട്ട് പരമാവധി കയറിയിരിക്കുക. ഒട്ടും ആൾക്കാരില്ല. ഒന്ന് പുറോട്ട് തിരിഞ്ഞു വെക്കി ഇരിക്കണവര് ഒട്ടും ആളുകളില്ല നമ്മുടെ പള്ളിയിൽ. അതായത് നോട്ടീസ് തരാൻ താമസിച്ചേ.
ഇന്ന് ഞങ്ങൾ 10 മിനിറ്റ് മുമ്പ് 1 മണിക്ക് തന്നെ ഇന്ന് പേപ്പർ തന്ന ദുആ ചെയ്ത് മക്കാർക്കൊക്കെ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറി. നീ ഇവിടെ ഇരിക്കുന്നവരൊന്ന് പുറയിലേക്ക് തിരിഞ്ഞു നോക്കി, 40 പേരുണ്ടാ. അപ്പൊ ഉള്ളവര് അള്ളാഹ് അങ്ങോട്ട് കയറി സഫ് പൂർത്തിയാക്കിയിരിക്കുക. ഈ ദുആ ചെയ്യാൻ മരണപ്പെട്ടുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ, സ്ഥലങ്ങളിലേക്ക് ഒരു സഹോദരൻ 15000 രൂപ, ഉംറയ്ക്ക് പോകുന്ന സഹോദരനും സഹോദരിക്കും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, സ്ഥലത്തിലേക്ക് ഓഫർ നൽകിയ പൈസ തന്നത് 2 സെന്റിന്റെ പൈസയാണ് 2,10,000 രൂപ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250, സ്ഥലത്തിലേക്ക് ഓഫർ ഒരു സഹോദരൻ 10000 രൂപ, സ്ഥലത്തിലേക്ക് ഓഫർ ഒരു സഹോദരൻ 25,000 രൂപ, മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, മരണപ്പെട്ട പിതാവിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 10000 രൂപ, സ്ഥലത്തിലേക്ക് മറ്റൊരു സഹോദരി ദുആ ചെയ്യാൻ 6666 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മക്കരൊക്കെ വരുവാണോ? ഉള്ള ആളുകൾ ഇങ്ങോട്ട് കയറിയിരിക്കട്ടോ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരുടെയും മുഴുവൻ സ്വതക്കകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനെ, മരണപ്പെട്ടുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ തന്നു. അല്ലാഹുവേ, ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്ത ആ മക്കൾ ചെയ്ത സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ഭാര്യയുടെ സ്വതക്ക നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കാരുണ്യവാനായ റഹ്മാനെ, ഇത് നിന്റെ ദീനി സ്ഥാപനമാണ്. ഇവിടുന്ന് ഉയരുന്ന ബാങ്കുലികൾ ഖിയാമത്ത് നാൾ വരെ കെടാതെ സൂക്ഷിക്കൽ ഈ മഹൽ നിവാസികളുടെ ആവശ്യമാണ്. ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇതിലേക്ക് ഹദിയകൾ, സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, ഭക്ഷണങ്ങൾ, ചീരണികൾ തരുന്ന ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. ഇതെല്ലാം നിന്റെ ദീനിന് വേണ്ടിയാണ് റഹ്മാനെ. സ്ഥലം വാങ്ങുന്നതിലേക്ക് സഹോദരൻ 15000 രൂപ നൽകി. ആ സമ്പത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ഉംറയ്ക്ക് പോകുന്ന സഹോദരനും സഹോദരിക്കും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, മക്ബൂലും മർളിയുമായ ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ. എല്ലാ അമലുകളും നല്ല തഖ്വയോടെ ഇഖ്ലാസോടെ ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ കഅബാലയം കൺകുളിർക്കെ കാണുവാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിനീതൻ ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് റഹ്മാനെ. അതിന് പോകാനുള്ള മഹാ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന ഓരോരുത്തരെയും പോയവരാണെങ്കിൽ അവരുടെ അമലുകളെ സ്വീകരിക്കണം അല്ലാഹ്. പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ആ പരിശുദ്ധമായ ഗേഹത്തിൽ ചെന്ന് ഉംറയും ഹജ്ജും സിയാറത്തും നടത്താനുള്ള മഹാ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 2,10,000 രൂപ അദ്ദേഹം ഓഫർ പറഞ്ഞതാണ്. പൈസ തന്നിരിക്കുന്നു, സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. 2 സെന്റിന് പകരമായി 200 സെന്റ് നീ സ്വർഗത്തിൽ കൊടുക്കണേ റബ്ബേ. ദുനിയാവിൽ കിട്ടാത്ത എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നിന്റെ ബർസഖി ലോകത്ത് നീ കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് ജീവിതകാലത്ത് അനുഭവിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, സമ്പാദ്യത്തിൽ നിന്നും 2,10,000 രൂപ ഈ പള്ളിയുടെ കീഴിൽ മരണപ്പെടുന്നവർക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുക്കുന്ന ഖബർസ്ഥാനിലേക്കും സ്ഥലത്തിലേക്കും വേണ്ടിയാകുമ്പോൾ അല്ലാഹുവേ, അതൊരു ജാരിയായ സ്വതക്കയാണ്. അത് നിലനിൽക്കുന്നിടത്തോളം അവരുടെ വരുമാനത്തിൽ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. അവരുടെ മക്കളിൽ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ 1 രൂപ പോലും ഞങ്ങൾ കൊണ്ടുപോവില്ല അല്ലാഹ്. അല്ലാഹുവേ, പരലോകത്ത് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറയാം, റബ്ബേ, നിന്റെ ദീനി സ്ഥാപനത്തിന് വേണ്ടി ഞാൻ എന്റെ സമ്പാദ്യം ഞാൻ ചെലവഴിച്ചു എന്ന് പറയാം. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്.
അർഹമായ പ്രതിഫലം കൊടുക്കണം അല്ലാ. സ്വർഗം പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അവരുടെ മരിച്ചുപോയ മാതാപിതാക്കൾ മക്കൾ ചെയ്ത സ്വതക്കകൾ കണ്ട് സന്തോഷിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അവർക്ക് നീ പൊറുക്കണേ റബ്ബേ. ദുനിയാവിൽ വന്നുപോയ ചെറുതും വലുതും സാരവും നിസ്സാരവുമായ പാപങ്ങൾ പൊറുക്കണം അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ. മുറാദുകൾ അറിയുന്നവനെ ഹാസ്യലാക്കണേ റബ്ബേ. രോഗങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെങ്കിൽ എല്ലാവിധത്തിലുള്ള ഫിത്ന, ഫസാദ്, മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. നിലച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് മറ്റൊരു സഹോദരൻ 25,000 രൂപ നീ കബൂലാക്കണേ റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ. നീ പാഴാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ റബ്ബേ. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ, ഉപ്പാടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപയാണ്. ചെറിയ സദഖയല്ല, ഒന്നും പാഴാക്കല്ലേ അല്ലാ. എല്ലാം കബൂലാക്കണേ അല്ലാ. എല്ലാം ജാരിയായ സദഖയാക്കണേ അല്ലാ. നിന്റെ ഈ ദീനി സ്ഥാപനത്തിന് വേണ്ടിയാണ് റഹ്മാനെ. അല്ലാഹുവേ, ഇതൊരിക്കലും നശിക്കാത്ത ഖിയാമത്ത് നാളിൽ വന്നാൽ പോലും ഇത് ഖബറിലേക്ക് ഉപകരിക്കുന്ന സദഖയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സദഖ ചെയ്തത്. നീ പാഴാക്കല്ലേ അല്ലാ. ദുനിയാവിലെ സമ്പാദ്യങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ബറക്കത്തില്ലാത്ത ഒരു മുസീബത്തും ഞങ്ങൾക്ക് നീ നൽകല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, സ്ഥലത്തിലേക്ക് ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരി 6,666 രൂപ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണമനുസരിച്ച് സദഖ ചെയ്തു. സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ഒരാളെയും പാഴാക്കല്ലേ അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരെ സ്വീകരിക്കണം അല്ലാ. ജീവിത വിഭവങ്ങൾ തന്ന് സഹായിക്കുന്നവരെ സ്വീകരിക്കണം അല്ലാ. ഈ പള്ളിയുടെ പരിപാലകരെ സ്വീകരിക്കണം അല്ലാ. ഈ പള്ളിയിലേക്ക് സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സദഖകൾ ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.